അപ്പാനി ശരത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ അനുമോൾ. അറിയാം, കിച്ചൺ ഏരിയയിൽ നടന്ന ഒരു വലിയ ബഹളം, അനുമോളും അപ്പാനിയും തമ്മിലുള്ള ബഹളത്തിനിടയിൽ അനാവശ്യമായി ബിൻസിയുടെ പേരൊക്കെ അനുമോൾ വലിച്ചിട്ടത് നമ്മൾ കണ്ടതാണ്. അപ്പാനി ശരത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അനുമോളെ പറ്റിയൊക്കെ. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു വഴക്ക് ഉണ്ടായ വേളയിൽ ആ വഴക്കിനെ ഇപ്പോൾ ക്ഷമ ചോദിച്ചുകൊണ്ട് അപ്പാനി ശരത്തിൻ്റെ കാല് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോൾ. ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആണ്. സംഭവം മറ്റൊന്നുമല്ല, ഇന്നലെ കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുത്തപ്പോൾ തന്നെ അനുമോൾ അപ്പാനിയോട് പറഞ്ഞിരുന്നു, കിച്ചൺ ടീമിലുള്ള ആളുകളല്ലാതെ മറ്റാരും കിച്ചണിൽ കയറാൻ സമ്മതിക്കരുത്, അതിനിപ്പോൾ ആരായാലും സമ്മതിക്കരുത്, അങ്ങനെ ഒരു നിലപാടെടുത്തിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കുകൾ അടുക്കളയിൽ നടക്കുന്നുണ്ട്. അതായത് ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് അടുക്കളയിൽ വെച്ച് കഴിക്കുന്നു, അതൊരു പ്രശ്നമാകുന്നു. പിന്നെ അടുക്കള കിച്ചൺ ടീം ഇല്ലാത്ത ആൾക്കാർ വരുമ്പോൾ അവരെ ഓട്ടിക്കുന്നു. അങ്ങനെ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ അപ്പാനി ശരത്തും അതുപോലെ ഹൗസിൻ്റെ ക്യാപ്റ്റൻ ആര്യനും കൂടി ഗിസേലിന് നമ്മുടെ കിച്ചണിൽ കയറാനുള്ള ഒരു അനുവാദം കൊടുക്കുകയാണ്. അവിടെ നിന്നാണ് ഈ പ്രശ്നത്തിനെല്ലാം തുടക്കം ഉണ്ടാകുന്നത്. അതിൻ്റെ പേരിൽ അനുമോളും അപ്പാനിയും തമ്മിൽ അതിഭയങ്കരമായ രീതിയിലുള്ള വഴക്ക് കിച്ചൺ ഏരിയയിൽ വെച്ച് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ ഈ സീസണിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു വഴക്കെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം. അത്തരത്തിലൊരു വഴക്ക് നടന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വിളിച്ച് പറയും ഓരോ കാര്യങ്ങളിങ്ങനെ. നമുക്കറിയാമല്ലോ, സ്വാഭാവികമായിട്ട് വഴക്കുണ്ടാകുമ്പോൾ അതിനെ വിളിച്ച് പറയും. അങ്ങനെ അനുമോൾ ബിൻസിയുടെ പേരൊക്കെ അതിനകത്തോട്ട് വലിച്ചിട്ടു. അപ്പോൾ ഇത് അപ്പാനിക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ അപ്പാനി തിരിച്ചെന്തൊക്കെയോ പറഞ്ഞു. ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. ആദില നൂറ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. അപ്പാനി ശരത്തിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് അനുമോൾ. ഇനി അത് ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.